മലപ്പുറം കാളികാവിൽ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ടാപ്പിംഗ് തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി. റബ്ബർത്തോട്ടത്തിൽ ടാപ്പിംഗിന് പോയ തൊഴിലാളിയാണ് വന്യജീവി ആക്രമിച്ചത്. പിന്നെ പോലീസിൽ തൊഴിലാളികൾ വിവരം അറിയിച്ചപ്പോൾ നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സ്ഥലത്തിപ്പോഴും ആളുകളുടെ ഒരു പ്രതിഷേധമൊക്കെ നടക്കുന്നുണ്ട്. കടുവയാണ് ആക്രമിച്ചതെന്നാണ് പ്രാഥമികമായ നിഗമനം. നിലമ്പൂർ സൗത്ത് DFO അങ്ങനെയാണ് നമ്മളോട് പ്രതികരിക്കുന്നത്. കാളികാവിലെ ഡത്ത് കടുവ തന്നെയാണോ ആക്രമിച്ചത്? ഒരു സ്ഥിരീകരണം ഉണ്ടോ? അങ്ങനെയാണ് ഇപ്പോഴത്തെ സ്ഥിരീകരണം. എങ്ങനെയാ സാറേ? അങ്ങനെയാണ് ഇപ്പോഴത്തെ ഇത് നിഗമനം. കടുവയാണെന്ന് സ്ഥിരീകരിക്കുന്നു അല്ലേ? നിഗമനം. ഡോക്ടർമാർ പരിശോധിക്കുന്നുണ്ട്. സക്കറിയുടെ നേതൃത്വത്തിൽ 25-അംഗ സംഘം ഉടൻ സ്ഥലത്തെത്തും എന്നാണ് മനസ്സിലാകുന്നത്. ഇംതിയാസ് കരീം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഇംതിയാസ്, നാട്ടുകാരുടെ ഒരു പ്രതിഷേധം അവിടെയുണ്ട്. അത് ശമിച്ചിട്ടുണ്ടോ? ആരെങ്കിലും കൂടുതൽ ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് എത്തിയോ? സ്ഥലത്ത് വലിയ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. കാരണം അവിടെ നിരന്തരമായിട്ട് ഇത്തരത്തിൽ വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാവുന്നു, വളർത്തുമൃഗങ്ങളെയൊക്കെ കടിച്ചുകൊണ്ട് പോകുന്നു. ഇപ്പോൾ ഒരു മനുഷ്യനെയും ആക്രമിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള കാര്യം വെച്ചിട്ടാണ് അവർ ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്. ഇതിലൊരു തീരുമാനമുണ്ടാക്കാതെ, പരിഹാര മാർഗങ്ങൾ പറയാതെ ഈ മൃതദേഹം വിട്ടുതരില്ല എന്നാണ് ഈ പ്രതിഷേധക്കാർ, നാട്ടുകാർ അടക്കം ഒന്നടങ്കം ഉന്നയിക്കുന്നത്. AP അനിൽകുമാർ അടക്കമുള്ളവർ അവിടെ ഉണ്ട്. അവരുടെയൊക്കെ നേതൃത്വത്തിലാണ് ആ പ്രതിഷേധം ഇപ്പോൾ അവിടെ പുരോഗമിക്കുന്നതും. അങ്ങനെ മൃതദേഹം വിട്ടുതരില്ല എന്നാണ് അവർ പറയുന്നത്. നാട്ടുകാർ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇതിൽ രേഖപ്പെടുത്തുന്നുമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അരുൺ സക്കറിയുടെ അടക്കം നേതൃത്വത്തിലുള്ള 25-അംഗ സംഘം അവിടെ എത്തും. അവിടെ എത്തിയതിനു ശേഷം ഈ കടുവയെ കൂട് വെച്ച് പിടികൂടുക എന്നുള്ളത് തന്നെയാണ് ദൗത്യം. നേരത്തെയൊക്കെ നമ്മൾ അത്തരത്തിലുള്ള ദൗത്യം കണ്ടതാണ്. എവിടെയാണ് ഇതിന് സാധ്യതയുള്ളത് എന്നൊക്കെ നോക്കിയിട്ട് ഇരയെ വെച്ച് കൂട്ടിലേക്ക്, കടുവയാണെങ്കിൽ കടുവയെ കൂട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ദൗത്യം. ആ രീതിയിലുള്ള പരിശോധനയും വിലയിരുത്തലും ഒക്കെ നടത്താൻ വേണ്ടിയിട്ടാണ് അരുൺ സക്കറിയ ഇന്ന് ഉച്ചയോടെ അങ്ങോട്ടേക്ക് എത്തുക. അതോടൊപ്പം തന്നെ മോർച്ചറിയിലേക്ക് ഈ മൃതദേഹം മാറ്റി പോസ്റ്റ്മോർട്ടം നടത്തി ഇതിന്റെ ബാക്കി കാര്യങ്ങൾ കൂടെ, ഏത് രീതിയിലുള്ള ആക്രമണം നടന്നതെന്ന കാര്യത്തിലൊക്കെ ഒരു പരിശോധനയും കാര്യങ്ങളും ഒക്കെ നടക്കേണ്ടതുണ്ട്. അതിന് ഈ മൃതദേഹം അവിടെ നിന്ന് വിട്ടു നൽകണം. വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹം അവിടെയുണ്ട്. പ്രതിഷേധക്കാർ ആ രീതിയിലുള്ള പ്രകോപനം ഉണ്ടാക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് പോലീസും അവിടെ തമ്പടിച്ചിരിക്കുന്നത്. എന്തായാലും പ്രതിഷേധം തുടരുന്നു. മൃതദേഹം മോർച്ചറിയിലേക്ക് എത്തിച്ചാൽ മാത്രമേ കൂടുതൽ പരിശോധനയും കാര്യവും നടക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘം പ്രതിഷേധക്കാർക്ക് ഒരു ഉറപ്പ്, അവർക്ക് ആശ്വാസമാകുന്ന ഒരു വാക്ക് അവരുടെ ഭാഗത്ത് നിന്നുണ്ടായാൽ മാത്രമേ ആ പ്രതിഷേധവും ശമിക്കൂ എന്നാണ് നമ്മൾ കരുതുന്നത്. ഈ വിഷ്മണി. ശരി, ഇംതിയാസ് കരീമാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള പരിശോധന അവിടെ ഉണ്ടാകും.